ഇരുട്ട്, നനഞ്ഞ മണ്ണിന്റെ മണം, ദൂരെ ഒരിടത്ത് കേൾക്കുന്ന അപരിചിതമായ പക്ഷിയുടെ ശബ്ദം. പെട്ടെന്ന് കുറ്റിക്കാടിനുള്ളിൽ എന്തോ അനങ്ങുന്നു. അതൊരു കാറ്റിന്റെ ചലനമാണോ? അതോ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടക്കാരനോ? ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോണിലേക്ക് സ്വാഗതം. ഇതൊരു സാധാരണ കാടല്ല. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി സ്വന്തം കൈകളാൽ രൂപപ്പെടുത്തിയ ജീവനുള്ള ഒരു ലോകമാണ്. ഓരോ മരത്തിനും ഒരു കഥയുണ്ട്. ഓരോ നദിയും ഒരു ചരിത്രം പറയുന്നു. ഇന്നും മനുഷ്യൻ പൂർണ്ണമായി മനസ്സിലാക്കാത്ത അനവധി രഹസ്യങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. ദക്ഷിണ അമേരിക്കയിലെ 9 രാജ്യങ്ങളിലായി വ്യാപരിച്ചു കിടക്കുന്ന ഈ വനപ്രദേശം ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതാണ്. അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. ആയിരക്കണക്കിന് ചെറുനദികൾ അതിലേക്ക് ചേർന്ന് ഒരു ഭീമൻ ജലശൃംഖല സൃഷ്ടിക്കുന്നു. എന്നാൽ ആമസോണിന്റെ യഥാർത്ഥ അത്ഭുതം അതിന്റെ വലിപ്പമല്ല, അതിന്റെ ജീവന്റെ സമൃദ്ധിയാണ്. ലോകത്തറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് സസ്യജീവവർഗങ്ങളിൽ വലിയൊരു പങ്ക് ഇവിടെ ജീവിക്കുന്നു. ഓരോ ദിവസവും ശാസ്ത്രജ്ഞർ പുതിയ ജീവികളെ കണ്ടെത്തുന്നു. അതായത് ആമസോൺ ഇന്നും പൂർണ്ണമായി കണ്ടെത്തിപ്പിടിക്കാത്ത ഒരു ലോകമാണ്. കാട്ടിലെ രാജാവായി അറിയപ്പെടുന്ന സിംഹം, എന്നാൽ ആമസോൺ കാട്ടിൽ അത് ജാഗ്വർ ആണ്. നിശബ്ദമായി ഇരയെ പിന്തുടരുന്നു. മരക്കൊമ്പുകളിൽ വർണ്ണാഭമായ മക്കാവ് പക്ഷികൾ പറക്കുന്നു. നദികളിൽ പിങ്ക് നിറമുള്ള ഡോൾഫിനുകൾ നീന്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നായ ഗ്രീൻ അനാക്കൊണ്ട ശാന്തമായ വെള്ളത്തിനടിയിൽ കാത്തിരിക്കുന്നു. രാത്രി വീഴുമ്പോൾ ആമസോൺ മറ്റൊരു ലോകമായി മാറുന്നു. പകൽ ഉറങ്ങിയിരുന്ന അനേകം ജീവികൾ രാത്രിയിൽ സജീവമാകുന്നു. ഓരോ ശബ്ദത്തിനും പിന്നിൽ ഒരു ജീവിയുണ്ട്. ഓരോ നിഴലിനും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഈ കാട് മൃഗങ്ങളുടെ മാത്രം വീടല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി നിരവധി ആദിവാസി സമൂഹങ്ങൾ ഇവിടെ ജീവിക്കുന്നു. അവർ കാടിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല, മറിച്ച് കാടിനൊപ്പം ജീവിക്കാൻ പഠിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് അവരുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. ചില ഗോത്രങ്ങൾ ഇന്നും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നതായി കരുതപ്പെടുന്നു. എന്നാൽ ഈ സ്വർഗത്തിന് ഇന്ന് വലിയ ഭീഷണികളുണ്ട്. വനനശീകരണം ദിനപ്രതി വർദ്ധിക്കുന്നു. കൃഷിക്കും ഖനനത്തിനുമായി ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു. കാട്ടുതീ അനേകം ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനവും ആമസോണിന്റെ ഭാവിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാട് നശിക്കുന്നത് മരങ്ങൾ മാത്രം നഷ്ടമാകുന്നതല്ല, അതിനൊപ്പം അനവധി ജീവികളുടെ വീടുകളും അപൂർവ ഔഷധ സസ്യങ്ങളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ആമസോണിനെ സംരക്ഷിക്കാൻ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും ശ്രമിക്കുന്നത്. കാരണം ആമസോണിന്റെ ഭാവി നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്നും ആമസോണിന്റെ ആഴങ്ങളിൽ മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ കരുതുന്നു. പുതിയ ജീവിതവർഗങ്ങൾ, അറിയപ്പെടാത്ത സസ്യങ്ങളും ഒരു പക്ഷെ കണ്ടെത്താനുള്ള ഇവ കാത്തിരിക്കും. ആമസോൺ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് പ്രകൃതി വെറും വിഭവങ്ങളുടെ ശേഖരമല്ല, അത് ജീവന്റെ അടിസ്ഥാനമാണ്. അടുത്ത തവണ ഒരു മരത്തെ കാണുമ്പോൾ, ഒരു മഴത്തുള്ളി നിങ്ങളുടെ മുഖത്ത് വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോൾ ആമസോണിനെ ഓർക്കൂ. കാരണം ഭൂമിയുടെ ഓരോ ശ്വാസത്തിലും ഈ മഹത്തായ കാടിന്റെ പങ്കുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവ് നിറഞ്ഞ മലയാളം ഡോക്യുമെന്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത്. നന്ദി.